അങ്ങനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ എടുക്കുക. വിശുദ്ധ ഖുർആൻ എടുത്ത് സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്തെടുക്കുക. അതൊന്ന് ഓതി നോക്കുക. അതിലുള്ളത് ജിന്നിനോടുള്ള സഹായവേട്ടമാണ്. ജിന്നിനോടാണ് കാവൽ തേടുന്നത്. അത് ശിർക്കാണ് എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു മുഫസ്സിർ ഉണ്ടെങ്കിൽ ആ ജിന്നിനോടുള്ള സഹായവേട്ടം അത് ശിർക്കല്ല. ജിന്നിനോട് നടത്തിയ ഇസ്തിആനത്ത്, ജിന്നിനോട് നടത്തിയ ഇസ്തിആദത്ത്, ജിന്നെ രക്ഷിക്കണേ എന്നീ ആളുകൾ പറഞ്ഞത്, ജിന്നെ കാക്കണേ എന്നിവർ പറഞ്ഞത് അവിടെയുള്ള ജിന്നുകളോടാണ്, ഹാജറുള്ള ജിന്നുകളോടാണ്, കേട്ട ജിന്നുകളോടാണ്. അതുകൊണ്ട് തന്നെ അത് വസീലത്തു ശിർക്കാണ്, അത് ഹറാമാണ് എന്ന് ഈ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞത് തെളിയിച്ചാൽ എന്നോട് നേരിട്ട് പറയുന്നു വേണ്ട. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ നടത്തുന്ന പ്രൂഫ് പോയിന്റ് ഉണ്ടല്ലോ, അടുത്ത ആഴ്ച ഉണ്ടല്ലോ പ്രൂഫ് പോയിന്റ്, അതിൽ ആ തഫ്സീർ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് ഇതാ ജിന്നിനോടുള്ള ഈ സഹായാർത്ഥന വസീലത്തു ശിർക്കാണ് എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരാണികനായ ഇന്ന മുഫസ്സിർ പറഞ്ഞത് എന്ന് തെളിയിച്ചാൽ ഞാൻ പറയുന്നു, കേരളത്തിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ പിറ്റേ ദിവസം അതിന്റെ 1-ാമത്തെ പേജിൽ വിസ്ഡം വാദിക ജിന്നുവാദികൾക്കെതിരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഞാൻ നടത്തിയ പരാമർശങ്ങൾക്ക് പരസ്യമായി മാപ്പ് ചോദിക്കുന്നുവെന്നും ഇനി മുതൽ ഇതുപോലെ പൊതുവേദികളിൽ ഞാൻ പ്രത്യക്ഷപ്പെടില്ല എന്നും പരസ്യം നൽകാൻ ഞാൻ തയ്യാറാണ്. ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? എന്തിന്? ഈ ആയത്തിൽ പറഞ്ഞത് ഹയ്യും ഹാദറും ഖാദിറുമായ ജിന്നാണെന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? അതാ തെളിയിക്കണ്ടേ, അതവിടെ പൊളിച്ചെന്നെയാണ്. ഹയ്യും ഹാദറും ഖാദിറുമായ ജിന്നാണെന്ന് നിങ്ങൾ നടത്തിയ ദുർവ്യാഖ്യാനം തെളിയിക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ പറഞ്ഞ ശിർക്കാണെന്നാ, ഞങ്ങൾ പറഞ്ഞ ഈ ആയത്തിൽ പറഞ്ഞ ശിർക്കാണ്. ഞാനിവിടെ വായിച്ചു. ഈ ആയത്തിൽ വസീലത്ത് ശിർക്കുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആ പറയാത്ത കാര്യം വെല്ലുവിളിച്ച് ആളാകാൻ നോക്കണ്ട. നിങ്ങൾ പൊതുജീവിതം അങ്ങനെ അവസാനിപ്പിക്കല്ലേ, അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കല്ലേ നിങ്ങൾ. ആ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചത് എന്നിട്ടും അത് ശിർക്കാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പറയുന്നു ഇത് അബ്ദുറഹ്മാൻ സലഫി നടത്തിയ വ്യക്തമായ ഖുർആൻ ദുർവ്യാഖ്യാനമാണ്. ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈജ്ഞാനികമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണോ? ലോകത്ത് പുറത്തിറങ്ങിയ മുഴുവൻ തഫ്സീറുകൾ എടുത്തോളൂ, ആധുനികരും പൗരാണികരുമായ മുഴുവൻ തഫ്സീറുകളും. അതെല്ലാവരും അംഗീകരിക്കുന്ന അഹ്ലുസുന്നയുടെ തഫ്സീർ എന്നൊന്നും ഞാൻ പറയണില്ല. ഏത് തഫ്സീറും എടുത്തോളൂ, ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ കാര്യം, അതായത് ഈ സഹായാർത്ഥന അവർ നടത്തിയത്, ഈ അഭയതേട്ടം അവർ നടത്തിയത് ഹയ്യായ ജിന്നിനോടാണ്, ഹാലിറായ ജിന്നിനോടാണ്, ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടതാണ് എന്നാണല്ലോ പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ അത് ദുർവ്യാഖ്യാനമാണ്. അഥവാ അവർ തേടിയത് ഹയ്യായ ജിന്നിനോടല്ല, അവർ തേടിയത് ഹാലിറായ ജിന്നിനോടല്ല, അവർ തേടിയത് ജിന്നിന്റെ കഴിവിൽപ്പെട്ടതല്ല എന്ന് തെളിയിക്കാൻ ഈ ജിന്നുവാദം അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ, അവരുടെ പണ്ഡിത സഭ തയ്യാറാണോ? 100 പ്രാവശ്യം തയ്യാറാണ്. കേട്ടോ, കായക്കൊടി ശരിക്ക് പഠിച്ചോ. എന്താ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു? വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി എന്നതിന്റെ വിശദീകരണം അത് ഹയ്യായ ഹാദിറായ ഖാദിറായ ജിന്നാണ്. അതാണ് ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്ന കോഴിക്കോട് വെച്ച് പറഞ്ഞു, അത് ദുർവ്യാഖ്യാനമാണ്, നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കുകയില്ല. അപ്പം അത് ദുർവ്യാഖ്യാനം തെളിയിക്കാൻ വേണ്ടി ഹനീഫ് കായക്കൊടിയും ദുർവ്യാഖ്യാനിച്ചു. ഇനി കേട്ടോ, ഈ ആയത്തിൽ പറഞ്ഞ ജിന്ന് ഹയ്യായ ഹാദിറായ ഖാദിറായ ജിന്നാണോ? നമുക്ക് ജിന്നുകൾ എന്താ തഫ്സീർ നോക്കാം. അഹ്ലുസുന്ന അംഗീകരിക്കുന്ന 1-ാമത്തെ തഫ്സീർ പിടിച്ചോ, തൊബരി. ഇമാം തൊബരിയുടെ തഫ്സീർ എടുക്ക്. തൊബരിയുടെ തഫ്സീറിൽ കാണാം എന്താണ്? قال حدثنا ابن حميد قال حدثنا مهران عن سفيان عن منصور عن ابراهيم في قوله تعالى وانه كان رجال من الانس يعوذون برجال من الجن. ശരിക്ക് കേട്ടോ കായക്കൊടി. كانوا اذا نزلوا الوادي قالوا نعوذ بسيد هذا الوادي من شر ما فيه എന്ന് പറഞ്ഞാൽ ഫതഖൂലുൽ ജിന്നു, ജിന്നുകൾ പറയും ഈ ഇസ്തിആദത്ത് മനുഷ്യന്മാർ നടത്തുമ്പോൾ ജിന്നുകൾ പറയും. എന്താ പറയാ?
മാ നംലികു ലക്കും വലാ ലി അൻഫുസിനാ ദർറൻ വലാ നഫ്ആ. ഞങ്ങൾ സ്വന്തത്തിനു തന്നെ ഞങ്ങൾക്ക് തന്നെ ഉപകാര ഉപദ്രവം വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല, പിന്നെയാണോ നിങ്ങൾക്ക് ഉപകാര ഉപദ്രവം വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുക എന്ന് ജിന്നുകൾ പറയും. അപ്പൊ ഖാദിറാണോ? അല്ലേ? നിങ്ങളെന്താ പറഞ്ഞത്? ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യല്ലേ? ജിന്നുകൾ പറയുന്നു ഞങ്ങളുടെ കയ്യിൽപ്പെട്ടതല്ല. ഏയ്, ജിന്ന് പറയാണ് ഈ ആൾക്കാർ ചോദിച്ചത് ഞങ്ങളുടെ കയ്യിൽപ്പെട്ടതല്ല. കായക്കൊടി പറയുകയാണെന്ത്? കയ്യിൽപ്പെട്ടതാണ്. നമ്മൾ ആദ്യം വിശ്വസിക്കുക? നമുക്ക് ജിന്നുകൾ വിശ്വസിക്കുക? ഇത് തൊബരിയിലുണ്ടോ? അല്ലേ? നിങ്ങൾ തഫ്സീറൊന്നും നോക്കാതെ മേപ്പെട്ട് വെട്ടിയേക്കണ്ട, ഒക്കെ വായിച്ചിട്ട് വരി. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാ, 100 വട്ടം തയ്യാറാ. ഇത് ഒരു വെടിക്ക് 2ഉം 3ഉം പക്ഷി ഒപ്പം കിട്ടുന്ന പരിപാടിയാണ്. ഇത് കൊള്ളൽ മർക്കസിന് മാത്രമൊന്നുമല്ല, എല്ലാ സർക്കസിലേക്കും കൊള്ളും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് നടക്കണം, വൈജ്ഞാനിക ചർച്ചയും നടക്കണം. ഞങ്ങളെടുത്ത് നിന്ന് ഇൽമെടുക്കാൻ നിങ്ങൾ വരണ്ട. നിങ്ങളെടുത്ത് കുറച്ച് ഒലുമുണ്ട്, അത് ഞങ്ങൾക്ക് നിങ്ങൾ ചോദിച്ച് പിടികൂടാൻ.